ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് രണ്ടാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റായ ഫെസ്റ്റിവൽ ഫൺ എന്ന പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ് ചർച്ച ചെയ്താലോ? ആക്ടിവിറ്റി ഫസ്റ്റ്. ദ പിക്ചേഴ്സ് ഓഫ് ജൂലിയാസ് ഫ്രണ്ട്സ് ആർ ഗിവൺ ബിലോ. ജൂലിയയുടെ കൂട്ടുകാരുടെ ചിത്രങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. ഐഡന്റിഫൈ ദം ആൻഡ് റൈറ്റ് ദെയർ നെയിംസ് ഇൻ ദ കോളംസ്. അവരെ തിരിച്ചറിഞ്ഞ് പേരുകൾ ബോക്സുകളിൽ എഴുതുക. ജൂലിയയുടെ ഫ്രണ്ട്സിന്റെ പേര് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? വെയിൽ, ഒക്ടോപ്പസ്, ക്രാബ്, ഷാർക്ക്, ജെല്ലിഫിഷ്, മക്കാറൽ, സ്റ്റാർഫിഷ്, പ്രൗ. ഇനി നമുക്ക് ഇവയുടെ പേരുകൾ കറക്റ്റായ ബോക്സുകളിൽ എഴുതിയാലോ? ഞാൻ എഴുതിയത് നോക്കൂ. ഷാർക്ക് സ്രാവ്, സ്റ്റാർഫിഷ് നക്ഷത്ര മത്സ്യം, ജെല്ലിഫിഷ് ജെല്ലി മത്സ്യം, മക്കാറൽ അയല, പ്രൗൺ ചെമ്മീൻ, ക്രാബ് ഞണ്ട്, ഒക്ടോപ്പസ് നീരാളി, വെയിൽ തിമിംഗലം. ആക്ടിവിറ്റി 2. സം വേർഡ്സ് ആർ ഗിവൺ ബിലോ. കുറച്ച് വാക്കുകൾ താഴെ തന്നിരിക്കുന്നു. ക്ലാസിഫൈ ദം ഇൻറ്റു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അവയെ പഴങ്ങളും പച്ചക്കറികളുമായി തരംതിരിക്കുക. ആഡ് മോർ ഐറ്റംസ് ഇൻ ദ ലിസ്റ്റ്. കൂടാതെ കൂടുതൽ ഇനങ്ങൾ പട്ടികയിൽ കൂട്ടിച്ചേർക്കുകയും വേണം. എന്തൊക്കെയാണ് തന്നിരിക്കുന്നതെന്ന് നോക്കൂ. പോംഗ്രാനൈറ്റ്, ബ്രൊക്കോളി, ആപ്പിൾ, ഗ്രേപ്സ്, ക്യാരറ്റ്, പൊട്ടറ്റോ, കുക്കുംബർ, സ്ട്രോബെറി, പൈനാപ്പിൾ, കോളിഫ്ലവർ, അവക്കാഡോ, വാട്ടർമെലൺ, ബീൻസ്, പീസ്, റാഡിഷ്, ബ്ലൂബെറി, കിവി, പപ്പായ, ക്യാബേജ്, പ്ലം, പിയർ, ബീട്രൂട്ട്, ലേഡീസ് ഫിംഗർ, സ്പിനാച്ച്, ടൊമാറ്റോ, ഓറഞ്ച്, ചെറി. ഇനി നമുക്ക് ഇവയെ ഫ്രൂട്ട്സ് ആയിട്ടും വെജിറ്റബിൾസ് ആയിട്ടും തരംതിരിച്ചാലോ? ഫ്രൂട്ട്സിൽ എന്ത് തന്നിട്ടുണ്ട്? പോംഗ്രാനൈറ്റ് മാതളം തന്നിട്ടുണ്ടല്ലേ. വെജിറ്റബിളിലോ? ക്യാരറ്റ്. ഇനി ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇവയുടെ കൂട്ടത്തിൽ നമുക്ക് എഴുതി ചേർത്താലോ? ഞാൻ എഴുതിയത് നോക്കൂ. ഫ്രൂട്ട്സ് ഏതൊക്കെയാണ്? ആപ്പിൾ, ഗ്രേപ്സ്, സ്ട്രോബെറി, പൈനാപ്പിൾ, വാട്ടർമെലൺ, ബ്ലൂബെറി, കിവി, അവക്കാഡോ, പപ്പായ, പ്ലം, പിയർ, ഓറഞ്ച്, ചെറി, റംബുട്ടാൻ, ഗുവ, ജാക്ക് ഫ്രൂട്ട്. ഇനി വെജിറ്റബിൾസ് നമുക്ക് ഏതൊക്കെ എഴുതി ചേർക്കാം? നോക്കൂ. ക്യാരറ്റ്, ബ്രൊക്കോളി, പൊട്ടറ്റോ, കുക്കുംബർ, കോളിഫ്ലവർ, ബീൻസ്, പീസ്, റാഡിഷ്, ക്യാബേജ്, ബീട്രൂട്ട്, ലേഡീസ് ഫിംഗർ, സ്പിനാച്ച്, ടൊമാറ്റോ, ചില്ലി, ബ്രിഞ്ചൽ, ബിറ്റർ ഗോഡ്, സ്നേക്ക് ഗോഡ്. ആക്ടിവിറ്റി 3. ദ റെസിപ്പി ഓഫ് എ വെജിറ്റബിൾ സലാഡ് ഈസ് ഗിവൺ ഇൻ ദ ബോക്സ്. പച്ചക്കറി സലാഡിനുള്ള പാചകവിധി താഴെ ബോക്സിൽ തന്നിരിക്കുന്നു. റീഡ് ഇറ്റ്. അത് വായിക്കുക. എന്താണ് തന്നിരിക്കുന്നതെന്ന് നോക്കൂ കൂട്ടുകാരെ. ടേക്ക് സം വെജിറ്റബിൾസ് ദാറ്റ് ക്യാൻ ബി ഈറ്റൻ റോ, വാഷ് ദം. പച്ചയ്ക്ക് കഴിക്കാവുന്ന കുറച്ച് പച്ചക്കറികൾ എടുക്കുക, അവ കഴുകുക. പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്ന പച്ചക്കറികൾ ഏതൊക്കെയാണ് കൂട്ടുകാരെ? പറയൂ. കുക്കുംബർ, ടൊമാറ്റോ, ക്യാരറ്റ്, ചില്ലി, ഒനിയൻ തുടങ്ങിയ പച്ചക്കറികൾ എടുക്കാം അല്ലേ. പീൽ ദ സ്കിൻ ഇഫ് നീഡഡ്. എന്നിട്ട് എന്ത് ചെയ്യണം? ആവശ്യമെങ്കിൽ അവയുടെ തൊലി കളയണം. ചോപ്പ് ദം ഇൻറ്റു പീസസ്. എന്നിട്ട് അവയെ ചെറുതായി അരിയുക. പുട്ട് ദം ഇൻറ്റു എ ബൗൾ. അവ ഒരു പാത്രത്തിൽ ഇടുക. ആഡ് എ പിഞ്ച് ഓഫ് സാൾട്ട് ആൻഡ് പെപ്പർ. പിന്നെ എന്ത് ചെയ്യണം? ഒരു നുള്ളു ഉപ്പും കുരുമുളക് പൊടിയും ചേർക്കണം. ദ സലാഡ് ഈസ് റെഡി. സലാഡ് തയ്യാറായി. അടുത്തത് നോക്കൂ. നൗ ലെറ്റ്സ് മേക്ക് എ ഫ്രൂട്ട് സലാഡ്. ഇനി നമുക്ക് ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയാലോ? ഹൗ ഡു വി മേക്ക് എ ഫ്രൂട്ട് സലാഡ്? എങ്ങനെയാണ് നമ്മൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നത്? എങ്ങനെയാണെന്ന് നോക്കൂ. ഞാൻ എഴുതിയത് നോക്കൂ. ടേക്ക് സം ഫ്രൂട്ട്സ് ലൈക്ക് ആപ്പിൾ, മാംഗോ, ഗ്രേപ്സ് എക്സെട്ര. കുറച്ച് ഫ്രൂട്ട്സ് എടുക്കണമല്ലേ. എങ്ങനെയുള്ള ഫ്രൂട്ട്സാണ് എടുക്കേണ്ടത്? ആപ്പിൾ, മാങ്ങ, മുന്തിരി തുടങ്ങിയ ഫ്രൂട്ട്സുകൾ എടുക്കണം. വാഷ് ദം തോറോലി. അവ നന്നായി കഴുകണം. കട്ട് ദം ഇൻറ്റു സ്മാൾ പീസസ്. എന്നിട്ട് എന്ത് ചെയ്യണം? അതിനെ ചെറിയ പീസസ് ആയി കട്ട് ചെയ്യണം. പുട്ട് ദം ഇൻറ്റു എ ബൗൾ. എന്നിട്ട് അവയെ ഒരു ബൗളിൽ നിക്ഷേപിക്കണം. ആഡ് ഇനഫ് ഷുഗർ ആൻഡ് ഐസ്ക്രീം ആൻഡ് മിക്സ് ദം. എന്നിട്ട് അതിൽ ആവശ്യത്തിന് പഞ്ചസാരയും ഐസ്ക്രീമും ചേർത്ത് മിക്സ് ചെയ്യണം. യുവർ ഫ്രൂട്ട് സലാഡ് ഈസ് റെഡി. ഫ്രൂട്ട് സലാഡ് തയ്യാറായി.
Activity 4. Observe the picture, identify the fruits and vegetables in the shop and write them below. കൂട്ടുകാരെ, താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കുക. കടയിലുള്ള പച്ചക്കറികളും പഴങ്ങളും തിരിച്ചറിഞ്ഞ് അവയുടെ പേരുകൾ താഴെ എഴുതുക. ഏതൊക്കെ ഫ്രൂട്ട്സ് ആണ് കടയിലുള്ളതെന്ന് നോക്കൂ. ഞാൻ എഴുതിയത് നോക്കൂ. ആപ്പിൾ, പൈനാപ്പിൾ, പപ്പായ, ഓറഞ്ച്, ഗ്രേപ്സ്, ജാക്ക് ഫ്രൂട്ട്, ഗുവ, ബനാന, മാംഗോ, വാട്ടർമെലൺ, റംബുട്ടാൻ. ഇനി വെജിറ്റബിൾസ് ഏതൊക്കെയാണെന്ന് നോക്കൂ. ക്യാരറ്റ്, ബിറ്റർ ഗോർഡ്, ക്യാബേജ്, സ്വീറ്റ് പൊട്ടാറ്റോ, ചില്ലി, ലേഡീസ് ഫിംഗർ, എലിഫന്റ് യാം, ബീട്രൂട്ട്, പൊട്ടാറ്റോ, അഷ്ഗോഡ്, സ്നേക്ക് ഗോഡ്, സ്പിനാച്ച്, ബ്രിഞ്ചൽ, കോളിഫ്ലവർ, പംകിൻ, ടൊമാറ്റോ ആൻഡ് ലെമൺ. Activity 5. Prepare an album collecting pictures of various fruits and vegetables. പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ചിത്രങ്ങൾ ശേഖരിച്ച് ഒരു ആൽബം ഉണ്ടാക്കുക. കൂട്ടുകാരെ, ആക്ടിവിറ്റി 4ൽ നമ്മൾ പഴങ്ങളെക്കുറിച്ചും പച്ചക്കറികളെക്കുറിച്ചും പഠിച്ചു. അതിൻ്റെ സഹായത്തോടെ നിങ്ങൾ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ചിത്രങ്ങൾ ശേഖരിച്ച് ഒരു ആൽബം തയ്യാറാക്കണം കേട്ടോ. ആക്ടിവിറ്റി 6. റീറൈറ്റ് ദ സെൻറ്റൻസസ് ഇൻ ദ ഗിവൻ ഫോർമാറ്റ്. തന്നിരിക്കുന്ന രീതിയിൽ വാക്യങ്ങളെ മാറ്റി എഴുതുക. നോക്കൂ. എ മെർമെയ്ഡ് ഇൻ എ ബ്യൂട്ടിഫുൾ ഡ്രസ് അപ്പിയേഴ്സ് നിയർ ദ വിൻഡോ. മനോഹരമായ വസ്ത്രം ധരിച്ച് ഒരു മത്സ്യകന്യക ജനലിൻ്റെ അടുത്തായി പ്രത്യക്ഷപ്പെടുന്നു. അതിനെ എങ്ങനെ മാറ്റി എഴുതിയിരിക്കുന്നു? എ മെർമെയ്ഡ് ഇൻ എ ബ്യൂട്ടിഫുൾ ഡ്രസ് അപ്പിയർഡ് നിയർ ദ വിൻഡോ. മനോഹരമായ വസ്ത്രം ധരിച്ച മത്സ്യകന്യക ജനലിൻ്റെ അടുത്തായി പ്രത്യക്ഷപ്പെട്ടു. അപ്പിയേഴ്സ് എന്നുള്ളത് അപ്പിയർഡാക്കി മാറ്റിയിട്ടുണ്ട്. V1 ഫോമിൽ നിന്ന് V2ലേക്ക് മാറി. ഇനി ബാക്കിയുള്ളത് നമുക്ക് എഴുതിയാലോ. ദ ജെല്ലി ഫിഷ് ബ്രിങ്സ് ഗ്ലിൻറ്റിംഗ് ലൈറ്റ്സ്. ജെല്ലി ഫിഷ് തിളങ്ങുന്ന ലൈറ്റുകൾ കൊണ്ടുവരുന്നു. ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ദ ജെല്ലി ഫിഷ് ബ്രോഡ് ഗ്ലിൻറ്റിംഗ് ലൈറ്റ്സ്. ജെല്ലി ഫിഷ് തിളങ്ങുന്ന ലൈറ്റുകൾ കൊണ്ടുവന്നു. അടുത്തത് നോക്കൂ. ദ വെയിൽസ് കം വിത്ത് ജിംഗ്ലിംഗ് ബാംഗിൾസ്. തിമിംഗലങ്ങൾ കിലുങ്ങുന്ന വളകളുമായി വരുന്നു. അതിനെ എങ്ങനെ മാറ്റി എഴുതാം? ദ വെയിൽസ് കം വിത്ത് ജിംഗ്ലിംഗ് ബാംഗിൾസ്. തിമിംഗലങ്ങൾ കിലുങ്ങുന്ന വളകൾ കൊണ്ടുവന്നു. അടുത്തത് നോക്കൂ. ദ ഡോൾഫിൻസ് ക്യാരി ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ്. ഡോൾഫിനുകൾ സുഗന്ധമുള്ള പൂക്കൾ കൊണ്ടുവരുന്നു. അതിനെ എങ്ങനെ മാറ്റി എഴുതാം? ദ ഡോൾഫിൻസ് ക്യാരീഡ് ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ്. ഡോൾഫിനുകൾ സുഗന്ധമുള്ള പൂക്കൾ കൊണ്ടുവന്നു. അടുത്ത നോക്കൂ. ജൂലിയ സ്മൈൽസ്. ജൂലിയ ചിരിക്കുന്നു. എങ്ങനെ മാറ്റി എഴുതാം? ജൂലിയ സ്മൈൽഡ്. ജൂലിയ ചിരിച്ചു. അടുത്തത് നോക്കൂ. ദ പാർട്ടി ബിഗിൻസ്. പാർട്ടി തുടങ്ങുന്നു. ഇനി നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ദ പാർട്ടി ബിഗാൻ. പാർട്ടി തുടങ്ങി. ആക്ടിവിറ്റി 7. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൻ ബിലോ. കൂട്ടുകാരെ, താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. ദ വേർഡ്സ് അണ്ടർലൈൻ ഇൻഡിക്കേറ്റ് എ ഗ്രൂപ്പ്. അടിവരയിട്ട വാക്കുകൾ ഒരു ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്നു. എന്താണ് തന്നിരിക്കുന്നത് നോക്കൂ. എ ഫിഷ്, ഒരു മത്സ്യം. എ സ്കൂൾ ഓഫ് ഫിഷ്, ഒരു കൂട്ടം മത്സ്യം. ഇവിടെ സ്കൂൾ എന്ന് തന്നിരിക്കുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഒരു കൂട്ടം എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്തത് നോക്കൂ. എ ബനാന, ഒരു പഴം. എ ബഞ്ച് ഓഫ് ബനാന, പഴങ്ങളുടെ ഒരു കൂട്ടം. ഇവിടെ ബഞ്ച് എന്ന് സൂചിപ്പിക്കുന്നത് ഒരു കൂട്ടം എന്നാണ്. എ ഡോഗ്, ഒരു നായ. എ പാക്ക് ഓഫ് ഡോഗ്സ്, നായ്ക്കളുടെ ഒരു കൂട്ടം. Now look at the pictures and write suitable words from those given in brackets. കൂട്ടുകാരെ, ഇനി ചിത്രങ്ങൾ നോക്കി അനുയോജ്യമായവ ബ്രാക്കറ്റിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതൂ. ബ്രാക്കറ്റിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഹെഡ്, ടീം, ബഞ്ച്. ചിത്രം നോക്കൂ. ചിത്രത്തിൽ എന്താണ് തന്നിരിക്കുന്നത്? എ ഡാഷ് ഓഫ് പ്ലെയേഴ്സ്. കളിക്കാരുടെ ഒരു കൂട്ടം. അവിടെ നമുക്ക് എന്ത് എഴുതി ചേർക്കാം? ടീം. അടുത്തത് നോക്കൂ. എ ഡാഷ് ഓഫ് ഷീപ്പ്. ആടുകളുടെ കൂട്ടം അല്ലേ? അവിടെ നമുക്ക് എന്തെഴുതാം? ഹെഡ്. എ ഹെഡ് ഓഫ് ഷീപ്പ്. അടുത്തത് നോക്കൂ. എ ഡാഷ് ഓഫ് കീസ്. കീകളുടെ കൂട്ടം. അവിടെ നമുക്ക് എന്തെടുത്തെഴുതാം? എ ബഞ്ച് ഓഫ് കീസ്. ആക്ടിവിറ്റി 8. കംപ്ലീറ്റ് ദ ഫോളോയിങ് പിക്ചർ ബൈ ജോയിനിങ് ദ ഡോട്ട്സ്. താഴെ കൊടുത്തിരിക്കുന്ന ഡോട്ടുകൾ വരച്ച് യോജിപ്പിച്ച് ചിത്രം പൂർത്തിയാക്കൂ. എന്നിട്ട് എന്ത് ചെയ്യണം? ദെൻ കളർ ഇറ്റ്. മനോഹരമായ കളർ കൊടുക്കുകയും വേണം. കൂട്ടുകാരെ, ചിത്രം ഞാൻ വരച്ച് പൂർത്തിയാക്കിയത് നോക്കൂ. ചിത്രത്തിൽ ആരെല്ലാമാണുള്ളത്?
മെർമെയ്ഡും ഗോൾഡ് ഫിഷും അല്ലേ? റൈറ്റ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ മെർമെയ്ഡ് ആൻഡ് ദ ഗോൾഡ് ഫിഷ്. ഗോൾഡ് ഫിഷും മെർമെയ്ഡും തമ്മിലുള്ള സംഭാഷണം എഴുതി പൂർത്തിയാക്കൂ കൂട്ടുകാരെ. ഞാൻ എഴുതിയത് നോക്കൂ. മെർമെയ്ഡ്: ഹലോ മൈ ഡിയർ ഗോൾഡ് ഫിഷ്. മെർമെയ്ഡ് എന്താണ് പറഞ്ഞത്? ഹലോ എൻ്റെ പ്രിയപ്പെട്ട ഗോൾഡ് ഫിഷ്. ഗോൾഡ് ഫിഷ്: മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ഡിയർ പ്രിൻസസ് ജൂലിയ. ഗോൾഡ് ഫിഷ് എന്ത് മറുപടി പറഞ്ഞു? പ്രിൻസസ് ജൂലിയ, ഇന്നത്തെ ദിവസം ഒരുപാട് സന്തോഷകരമായിരിക്കാൻ ഞാൻ ആശംസിക്കുന്നു. മെർമെയ്ഡ്: താങ്ക് യു ഡിയർ. നന്ദിയുണ്ട് പ്രിയേ. ഗോൾഡ് ഫിഷ്: ഐ ആം സോറി പ്രിൻസസ് ജൂലിയ, ഐ ഡിഡ് നോട്ട് ബ്രിങ് യു എനി ഗിഫ്റ്റ്സ്. എന്താണ് ഗോൾഡ് ഫിഷ് പറഞ്ഞത്? ക്ഷമിക്കണം പ്രിൻസസ് ജൂലിയ, ഞാൻ നിനക്കിന്ന് സമ്മാനങ്ങളൊന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല. മെർമെയ്ഡ്: ഡോണ്ട് വറി, യുവർ പ്രസൻസ് മേഡ് മീ ഹാപ്പി. മെർമെയ്ഡ് അപ്പോൾ എന്ത് മറുപടി പറഞ്ഞു? വിഷമിക്കേണ്ട, നിന്റെ സാന്നിധ്യം എന്നെ സന്തോഷിപ്പിച്ചു. ഗോൾഡ് ഫിഷ്: ഡിയർ പ്രിൻസസ് ജൂലിയ, യു ലുക്സ് വെരി ബ്യൂട്ടിഫുൾ ടുഡേ. ഗോൾഡ് ഫിഷ് പിന്നെ എന്താണ് പറഞ്ഞത്? പ്രിൻസസ് ജൂലിയ, ഇന്ന് നിന്നെ കാണാൻ വളരെ സുന്ദരിയായിട്ടുണ്ട്. മെർമെയ്ഡ്: താങ്ക് യു. പ്ലീസ് കം ഇൻ, ലെറ്റ്സ് ബിഗിൻ ദ പാർട്ടി. നന്ദി. അകത്തേക്ക് വരൂ, നമുക്ക് പാർട്ടി തുടങ്ങാം. ഡു യു എൻജോയ് പ്ലേയിങ് വിത്ത് വാട്ടർ? കൂട്ടുകാരെ, നിങ്ങൾക്ക് വെള്ളത്തിൽ കളിക്കുന്നത് ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ? ലെറ്റസ് റീഡ് എ പോയം. ഒരു കവിത നമുക്ക് വായിക്കാം. വാട്ടർ എന്തിനെ കുറിച്ചാണ് കവിത? വെള്ളത്തെക്കുറിച്ചാണല്ലേ? നോക്കൂ. ടേൺ ഓൺ ദ ടാപ്പ് ആൻഡ് ദ വാട്ടർ ഫ്ലോസ്. ഡസ് എനിവൺ നോ വെയർ ദ വാട്ടർ ഗോസ്? എന്താണ് ഇതിൽ പറയുന്നത്? ടാപ്പ് തുറന്നാൽ വെള്ളം ഒഴുകിപ്പോകും. വെള്ളം എവിടേക്കാണ് ഒഴുകിപ്പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ കൂട്ടുകാരെ? പറയൂ, വെള്ളം എവിടേക്കാണ് പോകുന്നത്? ഭൂമിക്കടിയിലേക്കാണല്ലേ? ടേൺ ഓൺ ദ ടാപ്പ് ആൻഡ് ദ വാട്ടർ കംസ്. ഡസ് എനിവൺ നോ വെയർ ദ വാട്ടേഴ്സ് ഫ്രം? ടാപ്പ് തുറന്നാൽ വെള്ളം വരും. വെള്ളം എവിടെ നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? വെള്ളം നമുക്ക് എവിടെ നിന്നെല്ലാമാണ് കിട്ടുന്നത്? പറയൂ. കിണർ, കുളം, പിന്നെ മഴ പെയ്യുമ്പോഴും നമുക്ക് വെള്ളം കിട്ടാറുണ്ടല്ലേ? വാട്ടർ ഈസ് ക്ലീൻ ആൻഡ് വാട്ടർ ഈസ് കൂൾ, ലിവിങ് ഇൻ റിവേഴ്സ് ആൻഡ് റെയിനിങ് ഇൻ പൂൾസ്. വെള്ളം എങ്ങനെയുള്ളതാണെന്നാണ് പറയുന്നത്? വെള്ളം ശുദ്ധവും തണുപ്പുള്ളതുമാണ്. കൂടാതെ വെള്ളം എവിടെ ജീവിക്കുന്നു? നദികളിൽ വെള്ളം കാണുന്നു. കൂടാതെ കുളങ്ങളിൽ മഴ പെയ്യുന്നു. Yet water can trickle and wells can dry up till there is nothing left to fill the cup. എന്നാലും വെള്ളം തുള്ളിത്തുള്ളിയായി വീഴാം. കൂടാതെ ഒരു കപ്പിൽ പോലും നിറയാൻ കഴിയാത്ത വിധത്തിൽ കിണറുകൾ ഉണങ്ങിപ്പോവുകയും ചെയ്യാം. കവിത എഴുതിയതാരാ? ക്യാറ്റ് കൂംസ്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കൂ. വേർ ഡസ് ദ വാട്ടർ ഗോ? വെള്ളം എവിടെ പോകുന്നു? നമ്മൾ ടാപ്പ് തുറന്ന് വെള്ളം കളഞ്ഞാൽ വെള്ളം എവിടേക്കാണ് പോകുന്നത്? വെള്ളം ഭൂമിക്കടിയിലേക്കാണല്ലേ പോകുന്നത്? വാട്ടർ ഫ്ലോസ് ഇൻ ടു ദ എർത്ത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വേർ ഈസ് ദ വാട്ടർ ഫ്രം? വെള്ളം എവിടെ നിന്ന് വരുന്നു? വെൽ, പോണ്ട്, റിവർ, റെയിൻ എക്സെട്ര. കിണർ, കുളം, നദി, മഴ തുടങ്ങിയവയിൽ നിന്ന് നമുക്ക് വെള്ളം ലഭിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഷാൾ വി ഡു വെൻ ദ വാട്ടർ ഈസ് ഗോൺ? വെള്ളം തീർന്നാൽ നമ്മൾ എന്ത് ചെയ്യും? വെള്ളം തീർന്നാൽ എന്താണ് സംഭവിക്കുക? ജീവജാലങ്ങളെല്ലാം ചാവും അല്ലേ? ലിവിങ് ബീയിങ്സ് വിൽ ഡൈ. ആക്ടിവിറ്റി 9. വി യൂസ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഫോർ വേരിയസ് പർപ്പസസ്. കൂട്ടുകാരെ, നമ്മൾ പല ആവശ്യങ്ങൾക്കും പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉപയോഗിക്കുന്നു. ബട്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് ഈസ് ഹാംഫുൾ. പക്ഷേ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹാനികരമാണ്. ഡിസൈൻ എ പോസ്റ്റർ ഇൻ യുവർ നോട്ട്ബുക്ക് എഗെയിൻസ്റ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ ഒരു പോസ്റ്റർ നിങ്ങളുടെ നോട്ട്ബുക്കിൽ തയ്യാറാക്കൂ. ഒന്ന് തന്നിട്ടുണ്ടല്ലേ? എന്താണ് തന്നിട്ടുള്ളത്? സേ നോ ടു പ്ലാസ്റ്റിക്. ഇനി ഞാനൊന്ന് വരച്ചത് നോക്കൂ. സേവ് ദ എർത്ത്, അവോയ്ഡ് പ്ലാസ്റ്റിക്. ഭൂമിയെ രക്ഷിക്കൂ, പ്ലാസ്റ്റിക് ഒഴിവാക്കൂ. ആക്ടിവിറ്റി 10. ലെറ്റ്സ് മേക്ക് എ പേപ്പർ ഫിഷ്. ഇനി നമുക്കൊരു പേപ്പർ ഫിഷ് ഉണ്ടാക്കാം. പേപ്പർ ഫിഷ് ഉണ്ടാക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് നോക്കിയാലോ. ഒന്നാമതായി എന്ത് ചെയ്യണമെന്ന് നോക്കൂ. ഫോൾഡ് ഇൻ ഹാഫ് ടു മേക്ക് എ ക്രീസ് ആൻഡ് ഫോൾഡ് ബാക്ക്. എന്ത് ചെയ്യണം? സമചതുരത്തിലുള്ള ഒരു പേപ്പർ എടുത്ത് പകുതി വെച്ച് മടക്കി അടയാളം ഇടുക. ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ കൂട്ടുകാരെ? അതുപോലെ ചെയ്യണം. 2.
ഫോൾഡ് ഇൻ ഹാഫ് എന്നിട്ട് എന്ത് ചെയ്യണം? അത് നിവർത്തി എതിർവശത്തേക്ക് പകുതി വെച്ച് മടക്കുക. 3. ഫോൾഡ് ഇൻ ഹാഫ് ഇതുപോലെ ഇടതുവശത്തേക്ക് മടക്കുക. ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ? 4. ഓപ്പൺ ദ പാർട്ട് എന്നിട്ട് എന്ത് ചെയ്യണം? മടക്കിൻ്റെ ഒരു ഭാഗം തുറക്കുക. 5. ഫ്ലാറ്റൻ എന്നിട്ട് എന്ത് ചെയ്യണം? മടക്കിൻ്റെ മുകളിലെ ഭാഗം തുറന്ന് പരത്തി വയ്ക്കുക. 6. ടേൺ ഓവർ മറിച്ചു വയ്ക്കുക. 7. ഓപ്പൺ ദ പാർട്ട് ആൻഡ് ഫ്ലാറ്റൻ അടുത്ത ഭാഗം തുറന്ന് പരത്തി വയ്ക്കുക. 8. ഫോൾഡ് ദ പാർട്ട് ടു ഗെറ്റ് ദ ഷേപ്പ് ഓഫ് പിക്ചർ 8 ആൻഡ് ടേൺ അറൗണ്ട് എന്നിട്ട് എന്ത് ചെയ്യണം? ചിത്രം 8ലെ ആകൃതി ലഭിക്കുന്നത് പോലെ മടക്കുക എന്നിട്ട് ചെരിച്ചു വയ്ക്കുക. 9. ഫോൾഡ് അലോങ് ദ ഡോട്ടഡ് ലൈൻ എന്നിട്ട് എന്ത് ചെയ്യണം കൂട്ടുകാരെ? കുത്തുകളിട്ട വരയിലൂടെ താഴേക്ക് മടക്കുക. 10. ഫോൾഡ് അലോങ് ദ ഡോട്ടഡ് ലൈൻ ചിത്രത്തിലേതുപോലെ താഴെയുള്ള ഭാഗം മുകളിലേക്കും മടക്കുക. 11. ടേൺ ഓവർ മറിച്ചു വയ്ക്കുക. ഡ്രോ ഐസ് ആൻഡ് സ്കൈൽസ് എന്നിട്ട് എന്ത് ചെയ്യണം? മറിച്ചു വെച്ച ശേഷം കണ്ണുകളും ചെതുമ്പലും വരച്ച് ഭംഗിയാക്കും. പേപ്പർ ഫിഷ് ഉണ്ടാക്കുന്ന രീതി മനസ്സിലായല്ലോ. അമ്മയുടെ സഹായത്തോടു കൂടി നിങ്ങൾ പേപ്പർ ഫിഷ് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ആക്ടിവിറ്റി 11. റീഡ് ദ ഫോളോയിങ് പോയം. താഴെ തന്നിരിക്കുന്ന കവിത വായിക്കൂ. കംപ്ലീറ്റ് ദ പോയം ആൻഡ് ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ എന്നിട്ട് എന്ത് ചെയ്യണം? കവിത പൂർത്തിയാക്കി ഉചിതമായ തലക്കെട്ട് കൊടുക്കണം. കവിത നോക്കൂ. വാട്ടർ ഈസ് ഹിയർ, ഇറ്റ് ഈസ് സോ ഫ്രഷ്, ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽ, ചിയേഴ്സ് us ആൻഡ് ത്രിൽസ്. എന്താണ് പറയുന്നത്? വാട്ടർ ഇവിടെയുണ്ട്, ഇറ്റ് ഈസ് ഫ്രഷ് അത് വളരെ ശുദ്ധമാണ്, മലകളിൽ നിന്നും ഒഴുകിയെത്തുന്ന അവ നമുക്ക് ഉന്മേഷവും ആനന്ദവും നൽകുന്നു. വാട്ടർ ഈസ് ക്ലിയർ, ഇറ്റ് ഈസ് സോ നൈസ് വെള്ളം തെളിഞ്ഞതും ഭംഗിയുള്ളതുമാണ്. ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ്, ചിയേഴ്സ് us ആൻഡ് ത്രിൽസ് മലകളിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം നമുക്ക് സന്തോഷവും ആവേശവും നൽകുന്നു. ഇനി നമുക്ക് വരികൾ എഴുതി ചേർത്താലോ? ഞാൻ എഴുതിയത് നോക്കൂ. വാട്ടർ ഹാസ് നോ കളർ, ഇറ്റ് ഹാസ് നോ ഷേപ്പ്. വെള്ളത്തിന് കളറില്ല, അവയ്ക്ക് ആകൃതിയുമില്ല. ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽ, ചിയേഴ്സ് us ആൻഡ് ത്രിൽസ് മലകളിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം നമുക്ക് ഉന്മേഷവും ആവേശവും നൽകുന്നു. അടുത്ത വരി നോക്കൂ. വാട്ടർ ക്യാൻ ഫ്ലോ, ഇറ്റ് ക്യാൻ ക്ലീൻ. വെള്ളം എങ്ങനെയുള്ളതാണ്? ഒഴുകുന്നതാണ്, അവ എല്ലാം ക്ലീൻ ആക്കുന്നു. ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ്, ചിയേഴ്സ് us ആൻഡ് ത്രിൽസ് മലകളിൽ നിന്നും ഒഴുകിയെത്തുന്ന അവ നമുക്ക് ഉന്മേഷവും ആവേശവും നൽകുന്നു. വാട്ടർ ഈസ് പ്രഷ്യസ്, ഇറ്റ് ഈസ് ലൈഫ്. വെള്ളം അമൂല്യമാണ്, അത് ജീവനാണ്. ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ്, ചിയേഴ്സ് us ആൻഡ് ത്രിൽസ് മലകളിൽ നിന്നും ഒഴുകിയെത്തുന്ന അവ നമുക്ക് ഉന്മേഷവും ആവേശവും നൽകുന്നു. ഇനി നമുക്കിതിന് ഉചിതമായ തലക്കെട്ട് കൊടുത്താലോ? എന്തു കൊടുക്കാൻ കൂട്ടുകാരെ? ചിത്രം നോക്കൂ. ഒരു വെള്ളത്തുള്ളിയുടെ പടം കൊടുത്തിട്ടുണ്ടല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് തലക്കെട്ട് കൊടുക്കാം? വാട്ടർ ഡ്രോപ്പ്, വെള്ളത്തുള്ളി. ആക്ടിവിറ്റി 12. റൈറ്റ് മോർ എക്സ്പ്രഷൻ സിമിലർ ടു ദ വൺ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്നവയ്ക്ക് സമാനമായ കൂടുതൽ പദപ്രയോഗങ്ങൾ എഴുതുക. നോക്കൂ, എന്താണ് തന്നിരിക്കുന്നത്? സോ യമ്മി, സോ ഡെലീഷ്യസ്. വളരെ സ്വാദിഷ്ടം, വളരെ രുചികരം. ഇതുപോലെയുള്ള കൂടുതൽ പദപ്രയോഗങ്ങൾ നമുക്ക് എഴുതിയാലോ? എന്താണ് തന്നിരിക്കുന്നതെന്ന് നോക്കൂ. സോ ബ്യൂട്ടിഫുൾ, വളരെ മനോഹരം. സോ എലഗന്റ്, വളരെ ഗംഭീരം. ഞാൻ എഴുതിയത് നോക്കൂ. സോ പ്രഷ്യസ്, വളരെ വിലപ്പെട്ട. സോ സ്വീറ്റ്, വളരെ മധുരമുള്ള. സോ നൈസ്, വളരെ മനോഹരം. സോ ഹാപ്പി, വളരെ സന്തോഷം. ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന വേർഡുകൾ എഴുതണം കേട്ടോ. റീഡ് ആൻഡ് റീജോയ്സ്. വായിക്കുക, സന്തോഷിക്കുക. ഇനി നമുക്കൊരു കഥ വായിച്ചാലോ? ദ ഹംഗ്രി കാറ്റർപില്ലർ. വിശന്നു വലഞ്ഞ ചിത്രശലഭ പുഴു. നോക്കൂ. ഇൻ ദ ലൈറ്റ് ഓഫ് ദ മൂൺ ദെയർ വാസ് എ ലിറ്റിൽ എഗ് ഓൺ എ ലീഫ്. നിലാവുള്ള ഒരു രാത്രിയിൽ ഒരു കുഞ്ഞുമുട്ട ഒരു ഇലയുടെ മുകളിൽ കിടക്കുകയായിരുന്നു. വൺ സൺഡേ മോർണിംഗ് ദ വാം സൺ കെയിം അപ്പ്. ഔട്ട് ഓഫ് ദി എഗ് കെയിം എ ടൈനി ആൻഡ് വെരി ഹംഗ്രി കാറ്റർപില്ലർ. ഒരു ഞായറാഴ്ച രാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ മുട്ട വിരിഞ്ഞ് എന്ത് വന്നു? ഒരു കുഞ്ഞ് ചിത്രശലഭപ്പുഴു പുറത്തു വന്നു. അവൾക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. ഷീ സ്റ്റാർട്ടഡ് ടു ലുക്ക് ഫോർ സം ഫുഡ്. അവൾ എന്ത് ചെയ്തു? അവൾ ഭക്ഷണം അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. ഓൺ മൺഡേ ഷീ ഏറ്റ് ത്രൂ വൺ ആപ്പിൾ. എന്നിട്ട് അവൾ എന്ത് ചെയ്തു? തിങ്കളാഴ്ച
അവൾ ഒരു ആപ്പിളിനുള്ളിൽ കയറി അത് തിന്നു. ബട്ട് ഷീ വാസ് സ്റ്റിൽ ഹംഗ്രി. എന്നിട്ടും അവൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ഐ ആം സ്റ്റിൽ ഹംഗ്രി. എനിക്ക് വിശക്കുന്നു എന്ന് ആര് പറയുകയാണ്? കാറ്റർപില്ലർ പറയുകയാണ്. ഓൺ ട്യൂസ്ഡേ ഷീ ate through 2 pears, but she was still hungry. ചൊവ്വാഴ്ച ദിവസം അവൾ എന്ത് കഴിച്ചു? 2 പിയർ പഴങ്ങൾ കഴിച്ചു. എന്നിട്ടും അവളുടെ വിശപ്പ് മാറിയില്ല. ഓൺ വെനസ്ഡേ ഷീ ate through 3 plums. ബുധനാഴ്ച ദിവസം അവൾ എന്ത് കഴിച്ചു കൂട്ടുകാരെ? 3 പ്ലം പഴങ്ങൾ കഴിച്ചു. ബട്ട് ഷീ വാസ് സ്റ്റിൽ ഹംഗ്രി. എന്നിട്ടും അവൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ഓൺ തേഴ്സ്ഡേ ഷീ ate through 4 strawberries. വ്യാഴാഴ്ച ദിവസം അവൾ എന്താണ് കഴിച്ചത്? 4 സ്ട്രോബെറി പഴങ്ങൾ കഴിച്ചു. ബട്ട് ഷീ വാസ് സ്റ്റിൽ ഹംഗ്രി. എന്നിട്ടും അവൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ഓൺ ഫ്രൈഡേ ഷീ ate through 5 oranges. വെള്ളിയാഴ്ച ദിവസം അവൾ 5 ഓറഞ്ച് പഴങ്ങൾ കഴിച്ചു. ബട്ട് ഷീ വാസ് സ്റ്റിൽ ഹംഗ്രി. എന്നിട്ടും അവൾക്ക് വിശപ്പ് മാറിയില്ല. ഐ ആം സ്റ്റിൽ ഹംഗ്രി. എനിക്ക് വിശക്കുന്നു എന്ന് ആര് പറയുന്നു? കാറ്റർപില്ലർ പറയുന്നു. ഓൺ സാറ്റർഡേ ഷീ ate ചോക്ലേറ്റ്, ഐസ്ക്രീം, സോസേജ്, ചീസ്, ഡോനട്ട്, ലോലിപോപ്പ്, കേക്ക്, ബനാന ആൻഡ് പിസ്സ. ശനിയാഴ്ച ദിവസം അവൾ എന്തെല്ലാമാണ് കഴിച്ചത്? ചോക്ലേറ്റും ഐസ്ക്രീമും സോസേജും ചീസും ഡോനട്ടും ലോലിപോപ്പും കേക്കും വാഴപ്പഴവും പിസയും എല്ലാം കഴിച്ചു. ദാറ്റ് നൈറ്റ് ഷീ ഹാഡ് എ സ്റ്റൊമക് ഏച്ച്. അന്ന് രാത്രി അവൾക്കൊരു വയറുവേദനയുണ്ടായി. ദ നെക്സ്റ്റ് ഡേ വാസ് സൺഡേ അഗെയിൻ. പിറ്റേ ദിവസം വീണ്ടും ഞായറാഴ്ചയായി. ദ കാറ്റർപില്ലർ ate through 1 nice green leaf and after that felt much better. അന്നേ ദിവസം അവൾ എന്താണ് കഴിച്ചത്? നല്ലൊരു പച്ച ഇല കഴിച്ചു. അപ്പോൾ അവൾക്ക് നല്ല സുഖം തോന്നി. ഷി വാസ് നോട്ട് ഹാംഗ്രി എനിമോർ. പിന്നെ അവൾക്ക് വിശക്കുന്നില്ല. ആൻഡ് ഷി വാസ് നോട്ട് എ ലിറ്റിൽ കാറ്റർപില്ലർ എനിമോർ. അതിനുശേഷം അവൾ ഒരു കുഞ്ഞു ചിത്രശലഭ പുഴുവായിരുന്നില്ല. പിന്നെ ആരായിരുന്നു? ഷി വാസ് എ ബിഗ് ഫാറ്റ് കാറ്റർപില്ലർ. അവൾ ഒരു വലിയ തടിച്ച ചിത്രശലഭ പുഴുവായിരുന്നു. ഷീ built എ സ്മാൾ ഹൗസ് കാൾഡ് എ കൊക്കൂൺ അറൗണ്ട് ഹെർസെൽഫ്. എന്നിട്ട് അവൾ എന്ത് ചെയ്തു? അവൾക്ക് ചുറ്റും സ്വയം ഒരു കുഞ്ഞു വീടുണ്ടാക്കി. അതിന് കൊക്കൂൺ എന്ന് പേരിട്ടു. ഷീ സ്റ്റേഡ് ഇൻസൈഡ് ഫോർ മോർ ദാൻ 2 weeks. ആ വീടിനുള്ളിൽ അവൾ 2 ആഴ്ചയിലധികം ഇരുന്നു. Then she nibbled a hole in the cocoon, pushed her way out and she became a beautiful butterfly. പിന്നെ എന്താണ് സംഭവിച്ചത്? അവൾ കൊക്കൂണിൽ ഒരു തുളയുണ്ടാക്കി പുറത്തു വന്നു. പുറത്തു വന്ന് അവൾ ഒരു കാറ്റർപില്ലർ ആയിരുന്നോ കൂട്ടുകാരെ? അല്ല, അവൾ സുന്ദരിയായ ഒരു ചിത്രശലഭമായി മാറിക്കഴിഞ്ഞിരുന്നു. ആക്ടിവിറ്റി 13. റീകാസ്റ്റ് ദ സ്റ്റോറി ഇൻ മൈ വേർഡ്സ്. എന്താണ് തന്നിട്ടുള്ളത്? ചിത്രത്തിന് താഴെ കുറച്ച് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലേ? നമുക്കിതിന് ആൻസർ കണ്ടെത്തിയാലോ? ഫസ്റ്റ്, ഹൂ ഈസ് ദിസ്? ചിത്രം നോക്കൂ കൂട്ടുകാരെ, ആരാണിത്? ദിസ് ഈസ് ദ ഗോൾഡ് ഫിഷ്. ആരാണിത്? സ്വർണ്ണ മത്സ്യമാണ്. രണ്ടാമത്തെ ചിത്രം നോക്കൂ. വാട്ട് ഡിഡ് ഹി സീ ഇൻ ദ ഡീപ് സീ? കൂട്ടുകാരെ, ആഴക്കടലിൽ അവൻ എന്താണ് കണ്ടത്? പറയൂ. ഹി സാ എ ബ്യൂട്ടിഫുൾ ഗ്ലാസ് പാലസ് ഇൻ ദ ഡീപ് സീ. എന്താണ് കണ്ടത്? മനോഹരമായ ഒരു ഗ്ലാസ് കൊട്ടാരം. മൂന്നാമത്തെ ചിത്രം നോക്കൂ. ഹു അപ്പിയർഡ് നിയർ ദ വിൻഡോ? കൂട്ടുകാരെ, ജനലിനരികിൽ ആരാണ് പ്രത്യക്ഷപ്പെട്ടത്? എ മെർമെയ്ഡ് അപ്പിയർഡ് നിയർ ദ വിൻഡോ. മത്സ്യകന്യകയാണ് ജനലിനരികിൽ പ്രത്യക്ഷപ്പെട്ടത്. നാലാമത്തെ ചിത്രം നോക്കൂ. വാട്ട് വാസ് ദ സെലിബ്രേഷൻ ഇൻ ദ പാലസ്? കൊട്ടാരത്തിലെ ആഘോഷം എന്തായിരുന്നു? ദ ബർത്ത്ഡേ പാർട്ടി ഓഫ് പ്രിൻസസ് ജൂലിയ. പ്രിൻസസ് ജൂലിയയുടെ ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു. അഞ്ചാമത്തെ ചിത്രം നോക്കൂ. ഹു മേഡ് എ വിസ്ലിംഗ് സൗണ്ട്? ആരാണ് വിസിൽ ശബ്ദം മുഴക്കിയത്? എ ഡോൾഫിൻ മേഡ് എ വിസ്ലിംഗ് സൗണ്ട്. ആരാണ്? ഡോൾഫിനാണ് വിസ്ലിംഗ് സൗണ്ട് മുഴക്കിയത്. അടുത്ത ചിത്രം നോക്കൂ. വാട്ട് വെയർ ദ ബോട്ട്മാൻ ഡൂയിങ്? ബോട്ടിൽ വന്ന മനുഷ്യർ എന്ത് ചെയ്യുകയായിരുന്നു? ഡംപിങ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ദ സീ. കടലിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് നിക്ഷേപിക്കുകയായിരുന്നു. അടുത്ത ചിത്രം നോക്കൂ. വാട്ട് ഡിഡ് ദ ഷാർക്ക് ഡു? സ്രാവ് എന്ത് ചെയ്തു? ദ ഷാർക്ക് ബീറ്റ് ദ ബോട്ട് വിത്ത് ഹിസ് ടെയിൽ. അതിൻ്റെ വാലുകൊണ്ട് ബോട്ടിൽ അടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ.
ഡിഡ് ദ പ്രിൻസസ് പണിഷ് ദ ബോട്ട്മൻ? കൂട്ടുകാരെ, ബോട്ടിൽ വന്ന മനുഷ്യരെ രാജകുമാരി ശിക്ഷിച്ചോ? നോ, ഇല്ലല്ലേ. പിന്നെ എന്താണ് ചെയ്തത്? വാട്ട് ഡിഡ് ഷീ ഡു? ഷീ വാണ്ട് ദം ആൻഡ് ലെറ്റ് ദം ഗോ. ആ, അവരെ എന്ത് ചെയ്തു? അവർക്ക് മുന്നറിയിപ്പ് നൽകി അവരെ വിട്ടയച്ചു. റീകാസ്റ്റ്. നരേറ്റ് ദ സ്റ്റോറി ഇൻ യുവർ ഓൺ വേർഡ്സ്. കൂട്ടുകാരെ, നിങ്ങളുടെ സ്വന്തം വാക്കുകളിൽ കഥ വിവരിക്കൂ. യു മേ ഡ്രോ പിക്ചർ ആസ് വെൽ. നല്ല രീതിയിൽ ചിത്രം വരയ്ക്കുകയും വേണം കേട്ടോ. ഈ കഥ ഞാൻ എൻ്റെ സ്വന്തം വാക്കുകളിൽ ചുരുക്കി എഴുതിയത് നോക്കൂ. എ ഗോൾഡ് ഫിഷ് വാസ് സ്വിമ്മിങ് ഇൻ ദ സീ. ഒരു സ്വർണ്ണ മത്സ്യം കടലിൽ നീന്തുകയായിരുന്നു. ഹി സാ മെനി ഓഫ് ഹിസ് ഫ്രണ്ട്സ് മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അവൻ്റെ കൂട്ടുകാരിൽ പലരും ഒരേ ദിശയിലേക്ക് നീന്തുന്നത് അവൻ കണ്ടു. ഹി ഫോളോഡ് ദം. അവൻ അവരെ പിന്തുടർന്നു. ഹി സാ എ ബ്യൂട്ടിഫുൾ ഗ്ലാസ് പാലസ് ഇൻ ദ ഡീപ് സീ. ആഴക്കടലിൽ മനോഹരമായ ഒരു ഗ്ലാസ് കൊട്ടാരം അവൻ കണ്ടു. ഇറ്റ് വാസ് ഡെക്കറേറ്റഡ് വിത്ത് ജെംസ് ആൻഡ് പേൾസ്. അത് രത്നങ്ങളും മുത്തുകളും കൊണ്ട് അലങ്കരിച്ചിരുന്നു. എ ബ്യൂട്ടിഫുൾ മെർമെയ്ഡ് അപ്പിയർഡ് നിയർ ദ വിൻഡോ. ജനലിനരികിൽ സുന്ദരിയായ ഒരു മത്സ്യകന്യക പ്രത്യക്ഷപ്പെട്ടു. ദെയർ വാസ് ദ ബർത്ത്ഡേ പാർട്ടി ഓഫ് പ്രിൻസസ് ജൂലിയ. അവിടെ ജൂലിയ രാജകുമാരിയുടെ പിറന്നാൾ ആഘോഷം ഉണ്ടായിരുന്നു. ദേ ആൾ സെലിബ്രേറ്റഡ് ദ ബർത്ത്ഡേ പാർട്ടി. അവരെല്ലാം പിറന്നാൾ ആഘോഷിച്ചു. സഡൻലി എ ഡോൾഫിൻ മേഡ് എ വിസ്ലിംഗ് സൗണ്ട്. പെട്ടെന്ന് ഒരു ഡോൾഫിൻ വിസിൽ ശബ്ദം പുറപ്പെടുവിപ്പിച്ചു. വാട്ട് ഹാപ്പനിങ്? എന്താണ് സംഭവിക്കുന്നത്? ദ മെൻ ആർ കമ്മിങ് വിത്ത് പ്ലാസ്റ്റിക് വേസ്റ്റ് ടു ഡംപ് ഇൻ ദ സീ. കടലിൽ നിക്ഷേപിക്കാൻ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുമായി പുരുഷന്മാർ വരുന്നു. എവരിയൻ ഗോട്ട് ആംഗ്രി. എല്ലാവർക്കും ദേഷ്യം വന്നു. ദ ഷാർക്ക് ബീറ്റ് ദ ബോട്ട് വിത്ത് ഹിസ് ടൈൽ. സ്രാവ് തന്റെ വാൾ കൊണ്ട് വള്ളത്തിൽ അടിച്ചു. ദ മെൻ ഇൻ ദ ബോട്ട് ട്രംബിൾഡ് വിത്ത് ഫിയർ. ബോട്ടിലുള്ള മനുഷ്യർ പേടിച്ച് വിറച്ചു. പ്ലീസ് ഡോണ്ട് ഹർട്ട് us. വി വോണ്ട് ഡംപ് വേസ്റ്റ് ഇൻ ദ സീ അഗെയിൻ. ദ മെൻ ബെഗ്ഡ്. ഞങ്ങളെ ഉപദ്രവിക്കരുതേ, ഇനി ഞങ്ങൾ കടലിൽ മാലിന്യം നിക്ഷേപിക്കുകയില്ല. മനുഷ്യർ യാചിച്ചു. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഇനി ഇത് ആവർത്തിക്കരുത്. വാണ്ട് പ്രിൻസസ് ജൂലിയ ആൻഡ് ലെറ്റ് ദം ഗോ. ജൂലിയ രാജകുമാരി അവർക്ക് താക്കീത് നൽകി പോകാൻ അനുവദിച്ചു. ആക്ടിവിറ്റി 14. ഒബ്സർവ് ദ പിക്ചേഴ്സ്. റൈറ്റ് എ സ്റ്റോറി ഇൻ മൈ ക്രിയേറ്റീവ് സ്പേസ്. കൂട്ടുകാരെ, ചിത്രം നിരീക്ഷിച്ച് നിങ്ങൾക്ക് ഉചിതമായ രീതിയിൽ ഒരു കഥ തയ്യാറാക്കൂ. ഞാൻ എഴുതിയത് നോക്കൂ. മൈ ക്രിയേറ്റീവ് സ്പേസ്. One day, all the vegetables decided to hold an annual day function together. ഒരു ദിവസം എല്ലാ പച്ചക്കറികളും ഒരുമിച്ച് ഒരു വാർഷിക ദിന പരിപാടി നടത്താൻ തീരുമാനിച്ചു. They fixed a day and started their function. അവർ ഒരു ദിവസം തീരുമാനിച്ച് ഫംഗ്ഷൻ തുടങ്ങി. All were very happy. എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. The program coordinator, Mr. Brinjal, came to the stage and announced the program. പ്രോഗ്രാം കോർഡിനേറ്റർ ബ്രിഞ്ചൽ സ്റ്റേജിൽ വന്ന് പ്രോഗ്രാം അനൗൺസ് ചെയ്തു. The program began with a prayer song. പ്രോഗ്രാം എങ്ങനെയാണ് തുടങ്ങിയത്? പ്രാർത്ഥനാ ഗാനത്തോടെ ആരംഭിച്ചു. മിസ്റ്റർ കാബേജ് sang a beautiful prayer song. കാബേജ് മനോഹരമായ പ്രയർ സോങ് പാടി. Then Pumpkin performed a beautiful dance. മത്തങ്ങ മനോഹരമായ ഒരു നൃത്തം അവതരിപ്പിച്ചു. ടൊമാറ്റോ പ്ലേഡ് ദ ഗിത്താർ. ടൊമാറ്റോ എന്ത് ചെയ്തു? ഗിത്താർ വായിച്ചു. പൊട്ടറ്റോ ആൻഡ് കുക്കുംബർ പ്രസന്റഡ് എ സിനിമാറ്റിക് ഡാൻസ്. പൊട്ടറ്റോയും കുക്കുംബറും ഒരു സിനിമാറ്റിക് ഡാൻസ് അവതരിപ്പിച്ചു. സഡൻലി ദ സ്കൈ ഡാർക്കൻ. പെട്ടെന്ന് ആകാശം ഇരുണ്ടു. എ കോൾഡ് വിൻഡ് ബ്ലൂ ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. ഒരു തണുത്ത കാറ്റ് വീശി മഴ പെയ്യാൻ തുടങ്ങി. എവരിവൺ ഗോട്ട് വെറ്റ്. എല്ലാവരും നനഞ്ഞു. നൈദർ വിൻഡ് നോർ റെയിൻ കുഡ് ഡിഫീറ്റ് ദം. കാറ്റിനും മഴയ്ക്കും അവരെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ദേ ഡാൻസ്ഡ് ആൻഡ് എൻജോയ്ഡ് ദ റെയിൻ. അവർ മഴ ആസ്വദിച്ച് നൃത്തം ചെയ്തു. ഫൈനലി റെയിൻ ക്ലൗഡ്സ് ജോയിൻ ദെയർ ഹാപ്പി. ഒടുവിൽ മഴമേഘങ്ങൾ അവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു. ആക്ടിവിറ്റി 15. ഡിജി ടാസ്ക്. വീഡിയോ ക്ലിപ്പ്. We celebrate special occasions like birthday, marriage function, housewarmings, local festivals, etc. Make a video clip with your commentary and send it to your teacher. കൂട്ടുകാരെ, ജന്മദിനാഘോഷങ്ങൾ, വിവാഹ ആഘോഷങ്ങൾ, ഗൃഹപ്രവേശം, ഉത്സവങ്ങൾ തുടങ്ങിയവ നമ്മൾ ആഘോഷിക്കാറുണ്ടല്ലോ. അതുപോലെ ഒരു ആഘോഷത്തിൻ്റെ വീഡിയോ ക്ലിപ്പ് തയ്യാറാക്കി ടീച്ചറിന് അയച്ചു കൊടുക്കണം കേട്ടോ. ഓഡിയോ ഡയറി. Record an audio clip narrating an interesting event such as the Independence Day celebrations, Onam celebrations, etc. held in your school.
നിങ്ങളുടെ സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ, ഓണാഘോഷങ്ങൾ തുടങ്ങി ഏതെങ്കിലും ഒരു ആഘോഷത്തിൻ്റെ ഓഡിയോ ഡയറി തയ്യാറാക്കി ടീച്ചറിന് അയച്ചു കൊടുക്കൂ. കൂട്ടുകാരെ, ഈ 2 വർക്കും നിങ്ങൾ ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി ചെയ്ത് പൂർത്തിയാക്കണം കേട്ടോ. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ. തുടർന്നുള്ള ക്ലാസ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യൂ. അടുത്തൊരു ക്ലാസ്സുമായി വരുന്നതുവരെ ഗുഡ് ബൈ.